ഞാൻ എൻ്റെ ചെങ്കലവ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നല്ലോ, ഞാനത് വേണ്ട ശകലം തേങ്ങ കൂടെ വറുത്ത് അരയ്ക്കുക. തേങ്ങ വറുത്ത് ഞാൻ അങ്ങനെ വെക്കാറുണ്ട് നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ. നല്ല ചെങ്കലവ കിട്ടുമ്പോൾ തേങ്ങ കൂടെ വറുത്തരയ്ക്കും. നിങ്ങൾ എല്ലാവരും ചിലരൊക്കെ വെച്ചിട്ടുണ്ടാവും, വെക്കാത്തവരാരും കാണത്തില്ല. എങ്കിലും ഞാൻ വേണ്ട ഇച്ചിരി തേങ്ങ വറുത്തരച്ച് വെക്കാം, നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ. തേങ്ങ വറുക്കുക, തേങ്ങ ഒത്തിരി തീയലിന് മൂക്കുന്ന കൂട്ടൊന്നും മൂക്കണ്ട, ഇച്ചിരി മൂപ്പ് കുറച്ചെടുത്താൽ മതി. ഒത്തിരി ഞാൻ കറുത്ത് പോകും തേങ്ങ ഒത്തിരി മൂത്ത് പോയാൽ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട്, ഇതിനകത്ത് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ടൊന്ന് ചൂടാക്കി അത് അരച്ചെടുക്കും. പിന്നെ ആരിഷാണോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പോഴും? ആരിഷ് വീഡിയോ എടുത്ത് തരും നല്ല പോലെ. ഇവിടെ ഈ അടുക്കളയിൽ ട്യൂബ് ഇടണം, അത് വെട്ടക്കുറവുണ്ട് രാത്രിയിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് ഞാൻ വറുത്തിട്ട് കാണിക്കാം. വറുത്തെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ട് കറി വെക്കുന്നത് ഞാൻ കാണിക്കാം. മീൻ കറി വെക്കാൻ പോവും. അപ്പം ഞാൻ ചട്ടി അടുപ്പേ വെച്ച് ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കുട്ടു എൻ്റെ കയ്യിൽ കയറി ഇരിക്കുക. വേണ്ട വേണ്ട, ഞാനിട്ടോളാം, ആരും ഇടുവൊന്നും വേണ്ട. കടുക് ഇടുക ശകലം. ഉലുവ ഇട്ട് അരച്ചതാണ്, അതുകൊണ്ട് കടുക് ഇച്ചിരി ഉലുവ ഇടുക. ഉലുവയും കടുവും പൊട്ടിക്കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇനി പച്ചമുളക് കറിവേപ്പില സാരമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അരപ്പിട്ട് കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. കുട്ടുകാണെങ്കിൽ ഒന്നും സമ്മതിക്കില്ല, അവരെൻ്റെ തോളെ തന്നെ ഇരിക്കുക. അത് മീൻ കറി വെക്കാം. പച്ചമുളക് മാറ്റി വെക്കാൻ. ഞങ്ങൾക്കിന്ന് പാലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പാലക്കിൻ്റെ ഇല, അത് തോരൻ വെക്കുന്നുണ്ട്. മീൻ കറിയുണ്ട്, ഉച്ചക്കത്തെ കറി ഇരിപ്പുണ്ട്. ഇല്ല, അവനറിയത്തില്ല കേട്ടോ. അതിൻ്റെ അരപ്പ് ഇടുക അതിനകത്തോട്ട്. അരപ്പിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാറ് കഴിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇവിടെ ഇവൻ സമ്മതിക്കുന്നില്ല. കുട്ടൂസ് പതിവില്ലാതെന്ന് എൻ്റെ അടുത്ത് കയറിയിരിക്കുക. വെള്ളം ഒഴിക്കാം. പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, പുളി കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളിയും വെള്ളവും കൂടെ.
ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി വേണ്ട. കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. തിള വരുമ്പോഴത്തേക്ക് മീൻ പെറുക്കിയിടാം. ഇനി ഈ അരപ്പും പുളിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മീൻ പെറുക്കിയിടാം. ഇതാ മോന്റെ കയ്യിൽ മീനാവത്തില്ല. മീനെല്ലാം പെറുക്കിയിട്ട് അടച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ച് തരട്ടെ. ഉപ്പും പുളിയൊക്കെ നോക്കാം. മീനടുപ്പേ വെച്ചല്ലോ. ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെ ആയെന്ന്. അല്ല, ഇത് ഇവിടുത്തെ മുളക് പൊടിയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി തീർന്നു പോയി. ഇവിടുത്തെ മുളക് പൊടി അത് വേറൊരു കളറാണ്. നമ്മുടെ നാട്ടിലെ മുളക് പൊടി കളറല്ല. ചുവന്ന കുങ്കുമമാണെന്ന് തോന്നും കണ്ടാൽ. അതിന് എരിവും കൂടുതലാണ്. ഇതേണ്ട പാലക്കിൻ്റെ ഇല അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക്കിൻ്റെ ഇല ഇവിടെ സ്ഥിരം വാങ്ങിക്കും തോരൻ വെക്കാനുമൊക്കെ. പിന്നെ എന്താ മീൻകറി എല്ലാം തിളച്ചിട്ടുണ്ട്. അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ എന്താ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം ചാറ് വെച്ചിട്ടുണ്ട്. വേണ്ട ഇത് എന്താണ് നിറമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ മുളക് പൊടിയാണ് അതിൻ്റെ ഇത് കണ്ടോ. ഇത് നിറവാണ്. നാട്ടിൽ നിന്ന് കുറച്ച് 2.5 കിലോ മുളക് പൊടി കൊണ്ടുവന്നത്. മുളക് പൊടി തന്നെ മുളക് പൊടി കൊണ്ടുവന്നാൽ 2.5 കിലോ. അത് തീർന്നു. ഇനി നാട്ടിൽ പോയെങ്കിൽ മുളക് പൊടി കിട്ടത്തുള്ളൂ. ഈ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കാൻ. കൊണ്ട് തേങ്ങയൊക്കെ ചേർക്കാതെ ഒരു കറി എരിവും കൂടുതലാണ്. പാലക്കിൻ്റെ ഇല തോരൻ വെക്കാൻ പോവാം. അത് തോരൻ വെച്ച് ഇവിടെ മുരിങ്ങയ്ക്കായും പാലക്കിൻ്റെ ഇലയൊക്കെ ഇഷ്ടം പോലെ ഒരു പെണ്ണുണ്ട് കൊണ്ടുവരും. ഇവിടെ നല്ല മുരിങ്ങയ്ക്കാണ് കൊണ്ടുവന്ന് ഒരു കെട്ട് കൊണ്ടുവരും. കഴിഞ്ഞ ആഴ്ച ഒരു കെട്ട് കൊണ്ടുവന്നു. അത് തീർന്നില്ല. അതിന് മുമ്പ് ഇന്നും കൊണ്ടുവന്നു. അപ്പം അത് ഞാനിനി തോരൻ വെക്കാൻ പോവാം. പാലക്കിൻ്റെ ഇല തോരൻ വെക്കാൻ പോവാം. എണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് കൊടുക്കും. ജീരകം ഇട്ടത് പൊടിച്ചത് തീർന്നത് കൊണ്ടാണ്. ഒരു കടുവും കൂടി ഇട്ട് കൊടുക്കും. ഉള്ളി പച്ചമുളകല്ലോ. ശകലം വെളുത്തുള്ളി. ചാരമല്ല ഇച്ചിരി വേണേ. പാലക്കിൻ്റെ ഇലയ്ക്ക് ശകലം വെളുത്തുള്ളിയും ജീരകവും കൂടുതൽ വേണം. അതിട്ട് ഇല കൂടെ ഇടാം. വീഡിയോ ബന്ധാക്കി. ഇല്ല ഓണം. തേങ്ങാപ്പീര കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇലത്തോരന് പച്ചമുളക് അരക്കത്തില്ല. ഞാൻ ഇവിടെ അരക്കത്തില്ല. ഞാൻ ശകലം മുളക് പൊടിയാണ് ഇടുന്നത്. അത് എവിടെ ആയാലും ഇല തോരൻ വെക്കുമ്പോൾ ചീര തോരൻ വെക്കുമ്പോഴൊക്കെ പച്ചമുളക് ചതക്കത്തില്ല. മുളക് പൊടി ശകലം മുളക് പൊടിയാണ് ഇടുന്നത്. ഉപ്പിട്ട് കൊടുത്ത് ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ശകലം അത്രയും
തോരൻ ഇലത്തോരനെ ചതയ്ക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചതച്ചിടുന്നത്. പക്ഷേ ഞാൻ ഇല തോരൻ വെക്കുമ്പോൾ ഈ മുളക് പൊടി ശകലം ഇടത്തേ ഉള്ളൂ. ഒരു നിലയല്ലേ ആകെ ഉള്ളുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് അവിഞ്ഞ് ചേരുവാണ്. പെട്ടെന്ന് ഇതങ്ങ് വാടും. മീൻകറി റെഡിയായിട്ടുണ്ട്, തോരനും റെഡിയായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.